തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിക്ക് കൂടുതൽ സഹകരണ സംഘങ്ങളുടെ ക്രമക്കേട് തലവേദനയാകുകയാണ്. തിരുവനന്തപുരത്തെ പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ ബാങ്കിലെ തകർച്ചയ്ക്ക് വഴിവെച്ച സാമ്പത്തിക ക്രമക്കേടുകളാണ് ബി.ജെ.പിയെ വെട്ടിലാക്കുന്നത്. കാരണം 2013 മുതൽ ക്രമക്കേട് നടന്ന കാലത്ത് പെരിങ്ങമല ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ആയിരുന്നു. കാലാകാലങ്ങളായി സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഭരണസമിതി പ്രവർത്തിച്ചതിലെ ക്രമക്കേടുകളിലൂടെ ബാങ്കിന് 4.16 കോടി രൂപയുടെ മൂല്യത്തകർച്ച ഉണ്ടായെന്നാണ് ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട്. എസ് സുരേഷ് കാരണം 43.33 ലക്ഷം രൂപയുടെ നഷ്ടം സഹകരണ സംഘത്തിന് സംഭവിച്ചിട്ടുണ്ട്. സഹകരണ സംഘം പ്രസിഡന്റായിരുന്ന RSS വിഭാഗ് ശാരീരിക് ശിക്ഷൻ പ്രമുഖ് ജി പത്മകുമാർ 46 ലക്ഷം രൂപയുടെ ക്രമക്കേടിന് ഉത്തരവാദിയാണ്. ഇവരടക്കം 18 പേരിൽ നിന്ന് 4.16 കോടി രൂപ തിരിച്ചുപിടിക്കാനാണ് സർചാർജ് ഉത്തരവായത്. 2013 മുതൽ 2023 ജനുവരി 5 വരെയുള്ള സഹകരണ സംഘത്തിലെ ക്രമക്കേടുകളാണ് സഹകരണ വകുപ്പ് പരിശോധിച്ചത്. തുടർന്ന് ജോയിന്റ് രജിസ്ട്രാർ ഹിയറിംഗ് നടത്തി. 18% പലിശയടക്കം എസ് സുരേഷ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള ജപ്തി നടപടികൾക്കും ജില്ലാ കളക്ടറുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. എന്നാൽ അന്വേഷണം നടക്കുന്ന കാലയളവിൽ താൻ ബാങ്ക് ഭരണസമിതിയിൽ ഇല്ലെന്നാണ് എസ് സുരേഷിന്റെ വിശദീകരണം. 2016 ജൂലൈയിൽ താൻ രാജിവെച്ചെന്നും എസ് സുരേഷ് പറയുന്നു. 2023-24 കാലഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ടാണെന്നും താൻ 2025 ഹൈക്കോടതിയിൽ നിന്ന് ജപ്തി നടപടികൾക്ക് സ്റ്റേ വാങ്ങിയെന്നുമാണ് എസ് സുരേഷ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരായ സഹകരണ സംഘ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണമായ വിഷയങ്ങളും ചർച്ചയാവുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ബി.ജെ.പിയെ പെരിങ്ങമല ലേബർ സഹകരണ സംഘത്തിലെ ക്രമക്കേട് തിരിഞ്ഞുകുത്തുന്നു. ഒരു വശത്ത് എസ് സുരേഷിനെതിരായ സഹകരണ സംഘത്തിലെ ക്രമക്കേട് രാഷ്ട്രീയ എതിരാളികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കും. മറുവശത്ത് പാർട്ടിക്കുള്ളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരായ വിമർശനങ്ങൾക്ക് ഈ വിഷയം കൂടുതൽ കരുത്തു പകരും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.